ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വലൻസിയയിലാണ്. ഇന്നലെയാണ് വലൻസിയയിൽ എത്തിയത്. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഈ ഹോട്ടലിൽ ആണ് ഞങ്ങൾ ഇന്നലെ നിന്നത്. ഇന്ന് പുലർച്ചെ ഞങ്ങളെല്ലാവരും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഇന്ന് വളരെ മനോഹരമായ ഒരു ഫെസ്റ്റിവലിലേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. കഴിഞ്ഞ് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി യാത്ര തുടർന്നു. വലൻസിയയിലൂടെയുള്ള ഇന്നലെ പോയ കാഴ്ചകളെല്ലാം വീണ്ടും ചിത്രീകരിച്ച്, ഇന്നലെ നമ്മൾ പോയി നിന്ന ആ സ്ഥലങ്ങളെല്ലാം അതിലൂടെയൊക്കെ തന്നെയാണ് ഇന്നും യാത്ര ചെയ്യുന്നത്. അതെല്ലാം ഒന്നും കൂടി ചിത്രീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് സ്പെയിനിലെ തന്നെ ഏറ്റവും മനോഹരമായൊരു ഫെസ്റ്റിവലായ ടൊമാറ്റോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഫെസ്റ്റിവലിലേക്കാണ്. ഈ ഫെസ്റ്റിവൽ 1945 ശരിക്കും ഒരു ഫെസ്റ്റിവലായിട്ടല്ല അത് സ്റ്റാർട്ട് ചെയ്തത്. 2 കുട്ടികൾ അല്ലെങ്കിൽ 2 യുവാക്കൾ തമ്മിൽ ഉണ്ടായ ഒരു പ്രശ്നത്തെ തുടർന്ന് അവർ തമ്മിൽ തക്കാളി എറിഞ്ഞു. അത് പിന്നീട് ഒരു പോലീസ് കേസായി. പിന്നീട് ആ തക്കാളിയേറ് ഒരു ഉത്സവമായി മാറുകയായിരുന്നു. ഇത് ശരിക്കും സ്പെയിനിലെ ഒരു പ്രശ്നം പിന്നീട് ഒരു ഉത്സവമായി മാറി എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. എന്തായാലും എന്താണ് ആ ഉത്സവം, എന്താണ് ആ തക്കാളി ഫെസ്റ്റിവൽ എന്ന് നേരിട്ട് കാണാനുള്ള ഒരു യാത്രയാണിത്. പോകുന്ന വഴി ഇങ്ങനെ വലിയ ഫാക്ടറിയും മറ്റും എല്ലാം കാണാം. പെട്രോൾ ഫാക്ടറി ഒക്കെയാണെന്ന് തോന്നുന്നു. അതെല്ലാം കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലത്തും പോലീസ് തടയുന്നുണ്ട്, ആ വഴിയിലൂടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. എങ്കിലും ഞങ്ങൾ പോയി അവസാനം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇവിടെ ബസ് പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഞങ്ങൾക്ക് ഒരു റൂളുണ്ടായിരുന്നു. അതായത് ഞങ്ങളെല്ലാവരും വെള്ള ഡ്രസ്സ് എടുത്ത് അല്ലെങ്കിൽ വെള്ള ടീഷർട്ടോ വെള്ള ഷർട്ടോ ഇട്ടിട്ട് വേണം വരാനെന്ന് പറഞ്ഞിട്ട് തക്കാളിയേറിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ വെള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാലേ തക്കാളിയുടെ ആ ഒരു കറിയും എല്ലാം അതിൽ കാണാൻ പറ്റും. അത് നിന്നുകൊണ്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ, ഇതൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ വൻ ജനത്തിരക്കാണ്. വൻ ജനത്തിരക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ എവിടേക്കൊക്കെ ഈ ഫെസ്റ്റിവലിനെ പറ്റി അറിയുമോ ആ ആളുകളെല്ലാം ഇവിടെ ഒത്തുചേർന്നൊരു സംഭവം. ഇവിടെ നല്ല കച്ചവടവും നടക്കുന്നുണ്ട്. പല കിയോസ്കും പലതും എല്ലാം ഉണ്ട്. ജ്യൂസും പാനീയങ്ങളും ചെറിയ ലഘു ഭക്ഷണങ്ങളും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ. ഇത് ബിയറാണ്. ബിയർ ഇങ്ങനെ ഒരു പൈപ്പിൽ നിന്നിങ്ങനെ എടുക്കുന്നതും കൊടുക്കുന്നതും എല്ലാം വളരെ പെട്ടെന്നാണ്. ഈ ഒരു ഫെസ്റ്റിവൽ ചിലപ്പോൾ നിങ്ങൾ ചില സിനിമകളിലെല്ലാം കണ്ടിരിക്കാം. പ്രത്യേകിച്ച് സിന്ദഗി ന മിലേഗി ദുബാര എന്ന് പറഞ്ഞ പടത്തിലാണ് ഈ ഫെസ്റ്റിവൽ ഞാൻ ആദ്യമായി കാണുന്നത്. അതിൽ വളരെ മനോഹരമായി തന്നെ ഈ ഫെസ്റ്റിവൽ ചിത്രീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബാഗും സാധനങ്ങളും എല്ലാം ലോക്കറിൽ വെക്കാനും കുറച്ച് സമയമെടുത്തു. നല്ല നീണ്ട തിരക്കായിരുന്നു. അവിടെ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും നടത്തം തുടരുകയാണ്. നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം 2 കിലോമീറ്റർ 2.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു ജംഗ്ഷനിലെത്തി. അവിടെ ഈ കാണുന്ന ജനത്തിരക്ക്, ഇത് ചെറിയൊരു ജനത്തിരക്കാണ്. ഇതിൻ്റെ വലിയ ഇരട്ടിയാണ് ഇനിയും വരാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ഇങ്ങനത്തെ റെസിഡൻസ് താമസിക്കുന്ന ഫ്ലാറ്റുകളുടെ ഇടയിൽ ശരിക്കും ഒരു കൺജക്റ്റഡ് ഏരിയയിലാണ് ഇത് നടക്കുന്നത്. നടന്നു പോകുമ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ആൾക്കാരെ കുളിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് മറ്റൊന്നും കൊണ്ടുമല്ല, ആ സമയത്ത് നല്ല ചൂടായിരുന്നു അവിടെ. അപ്പോൾ ആളുകൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി ആളുകളുടെ ദേഹത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കുകയാണ്. ഇവിടെ ചിലരെല്ലാം ഓസിട്ട് വെള്ളമെല്ലാം അടിച്ച് ആൾക്കാർക്ക് ഒരു ഉന്മേഷം എന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നു. ആഘോഷത്തിൻ്റെ ഒരു വലിയൊരു ദിനം, അതാണ് ശരിക്കും തക്കാളി ഫെസ്റ്റിവൽ. ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആ ട്രക്കിൽ നിറയെ തക്കാളിയാണ്. ആ തക്കാളി ഇങ്ങനെ ഈ കൂടി നിൽക്കുന്ന ആൾക്കാരെ മേലേക്ക് ഇങ്ങനെ എറിയും. അത് ഒരു ട്രക്കല്ല വരിക, അങ്ങനെ 7 ട്രക്ക് നിറയെ തക്കാളിയുമായി ഒരു 1000-1100 ടൺ തക്കാളിയോളം ഉണ്ടാവും. അതങ്ങനെ കൊണ്ടുവന്ന് എല്ലാവരുടെ ദേഹത്തേക്കൊക്കെ എറിഞ്ഞ് എല്ലാവരും തക്കാളിയിൽ കുളിച്ചിട്ടാണ് ഇവിടുന്ന് പോവുക. എനിക്ക് ഷൂട്ടിങ്ങും മറ്റുള്ളതിനെ കൊണ്ട് ഞാനൊന്ന് മാറി നിന്നെങ്കിലും എനിക്കും ഒരു ഏറ് കിട്ടി. എങ്കിലും എല്ലാവരും നല്ല ആഘോഷിക്കുന്ന ഒരു
സമയം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഗൈഡും ബാക്കി എല്ലാവരും അവിടെ എവിടെയായിട്ടുണ്ട്. ഇങ്ങനെ ട്രക്കിൽ നിറയെ ആളുകൾ വന്ന് തക്കാളി ഇങ്ങനെ എറിയും ആളുകളുടെ മേലേക്ക്. ഇത് അവിടുത്തെ ഒരു വലിയ ഉത്സവമാണ്. കേരളത്തിൽ നിന്നും കുറേ പേര് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ പലരും മലയാളം സംസാരിക്കുന്ന കണ്ടു. അങ്ങനെ തക്കാളിയേറെല്ലാം കഴിഞ്ഞ ആളുകൾ തക്കാളിയിൽ കുടിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും അവിടെ നടന്നു. ചിലരുടെ മാല പൊട്ടിച്ചു കൊണ്ടുപോയി, ചിലർ വീണു. അങ്ങനെയല്ല, ഈ മുകളിൽ കൂടെ പറക്കുന്ന ഹെലികോപ്റ്റർ ഇവിടുത്തെ മെഡിക്കൽ എയ്ഡും മറ്റേനൊക്കെ വേണ്ടിയിട്ടാണ്. പോലീസും ഉണ്ട് ഇവിടെ, എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് സഹായിക്കാനും മറ്റേനുമായി. അങ്ങനെ ഞങ്ങളെ തക്കാളി ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഇനി തിരിച്ച് ഇത്രയും ദൂരം നടക്കണം. ഇതിൽ വന്നൊരു അപാകത എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രതീക്ഷിച്ചു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാത്റൂമോ എന്തെങ്കിലും ഉണ്ടാകും, അവിടെ നിന്ന് കുളിച്ചിട്ട് ഞങ്ങൾക്ക് പോകാം. പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഒന്നുമില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ €1 €2 കൊടുത്താൽ ഇതേപോലെ ആളുകൾ നീണ്ടു നിൽക്കുന്ന കാണാം. ചെറിയ ഓസ് ഇട്ടിട്ട് ആൾക്കാർക്ക് അവരവരുടെ ചിലരുടെ വീട്ടിൽ നിന്നെല്ലാം ഓസ് ഇട്ട് അല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്ത് കൈയും ഇതൊക്കെ കഴുകാമെന്നല്ലാതെ വേറെ ഒന്നും അവിടെ കാര്യമായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആ തക്കാളി ഫെസ്റ്റിവലെല്ലാം കഴിഞ്ഞ് ബസ്സിൽ കയറി വീണ്ടും യാത്രയായി. ഇനി ഞങ്ങൾ പോകുന്ന ഉച്ചഭക്ഷണത്തിനാണ്. ബസ്സിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല, കൂടെ കുറച്ച് വിദേശ യാത്രികളുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളെ ഒന്ന് അടുത്ത ജംഗ്ഷനിൽ ഇറക്കി തരാമോ. ഞങ്ങൾ പറഞ്ഞു കയറിക്കോളാൻ. അങ്ങനെ ഞങ്ങൾ അവരെ കൂടെ അല്ലെങ്കിൽ അവർ ഞങ്ങളെ കൂടെ യാത്ര ചെയ്ത് ഇപ്പം ഞങ്ങൾ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി ഉച്ചഭക്ഷണത്തിനായി ഇവിടെ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. ബുഫേ ആണ്, യഥേഷ്ടം എന്ത് വേണേ എടുക്കാം. ഒരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ഞങ്ങളങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഇനി നേരെ ഹോട്ടലിലേക്കാണ്. അത് കഴിഞ്ഞ് അത്താഴം, പിന്നെ ഞങ്ങൾ അവരവരെ റൂമിലേക്ക്.